ഇന്നത്തെ റെസിപ്പി നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള പൊട്ടാറ്റോ ചിപ്സ് ആണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. നല്ല സ്പൈസി ആയിട്ടുള്ള പൊട്ടാറ്റോ ചിപ്സ് നമ്മുടെ വീട്ടിൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം ഞാനിവിടെ ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഉരുളക്കിഴങ്ങിനെ നമുക്ക് ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ 10 മിനിറ്റിന് ശേഷം ഞാൻ വെള്ളം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. ഉരുളക്കിഴങ്ങ് എടുക്കുന്ന സമയത്ത് കുറച്ച് വലിയ ഉരുളക്കിഴങ്ങ് എടുക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇത് സ്ലൈസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിനി ഈ ഒരു കഴുകി വെച്ച ഉരുളക്കിഴങ്ങിനെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കുക. ഒരു സ്ലൈസർ വെച്ചിട്ട് വളരെ തിന്നായിട്ട് വേണം നമ്മൾ ഇതിനെ സ്ലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിങ്ങനെ 3 ഉരുളക്കിഴങ്ങും സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വളരെ നേരിയതായിട്ട് വേണം നമ്മൾ ഈ ഒരു ഉരുളക്കിഴങ്ങ് സ്ലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ഒരു സ്ലൈസ് ചെയ്തെടുത്ത ഉരുളക്കിഴങ്ങിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു ഉരുളക്കിഴങ്ങ് മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ കുറച്ച് തണുത്ത വെള്ളം തന്നെ ഒഴിക്കാം. ഇനി നമുക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങിനെ 10 മിനിറ്റ് ഈ വെള്ളത്തിൽ വെക്കണം. 10 മിനിറ്റിന് ശേഷം നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് വെള്ളത്തിൽ നിന്ന് മാറ്റാം. അപ്പോഴത്തേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ചെല്ലാം ഈ വെള്ളത്തിൽ കഴിഞ്ഞിട്ടുണ്ടാവും. ഈ ഒരു സ്റ്റാർച്ച് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെള്ളത്തിൽ ഉരുളക്കിഴങ്ങ് ഇട്ട് വെക്കുന്നത്. ഇനി നമുക്ക് നല്ല വെള്ളത്തിൽ വീണ്ടും ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഞാൻ ബൗളിലേക്ക് കുറച്ചുകൂടി നല്ല വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് ഒന്നുകൂടി നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉരുളക്കിഴങ്ങിലെ വെള്ളയെല്ലാം നന്നായി ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങിനെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ടിഷ്യൂ പേപ്പറിലോ അതല്ലെങ്കിൽ കോട്ടൺ ടവലിലോ വെച്ചിട്ട് നമുക്ക് ഇതിനൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് ഞാനിവിടെ ഒരു കോട്ടൺ ടവലാണ് എടുത്തിട്ടുള്ളത്, അതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ വെള്ളം നന്നായിട്ട് പോയതിന് ശേഷം നമുക്ക് ഈ ഒരു ടവല് കൊണ്ട് തന്നെ ഇതിന് തുടച്ചെടുക്കാം. അതായത് നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഉരുളക്കിഴങ്ങിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതേപോലെ ഡ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങിലെ വെള്ളം നന്നായി പോയിട്ടുണ്ട്. ഇപ്പം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഈ ഒരു ടവല് കൊണ്ട് തന്നെ ഇതൊന്ന് തുടച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഓയിൽ നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഈ ഒരു തിളച്ച എണ്ണയിലേക്ക് നമ്മുടെ ഈ ഒരു ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ നന്നായി തിളപ്പിച്ചെടുക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് ഇടുന്ന സമയത്ത് ഒന്നിച്ചിടാൻ പാടില്ല. ഓരോന്നോരോന്നായിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. നമ്മൾ ഓരോന്നിടുന്ന സമയത്ത് തന്നെ ഇത് പെട്ടെന്ന് ഫ്രൈ ആയിട്ട് മുകളിലേക്ക് പൊങ്ങി വരും. അപ്പോൾ നമുക്ക് കുറച്ചധികം തന്നെ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഒന്നിച്ചിട്ട് കൊടുക്കാം. പക്ഷെ ഇടുന്ന സമയത്ത് ഓരോന്നോരോന്നായിട്ട് മാത്രം ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് ഒന്നിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഇടുന്ന സമയത്ത് ഒന്നിൻ്റെ മുകളിൽ ഒന്ന് ഒട്ടിപ്പിടിച്ചിട്ട് ഇത് ശരിക്കും നല്ല ക്രിസ്പി ആയിട്ട് വരില്ല. അപ്പം അതുകൊണ്ടാണ് എണ്ണയിൽ ഇടുന്ന സമയത്ത് ഓരോന്നായിട്ട് ഇടാൻ പറയുന്നത്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് മുകളിലേക്ക് ഫ്രൈ ആയിട്ട് പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് വെള്ളം തളിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് വെള്ളമാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങ് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 or 3 തവണ ഉപ്പ് വെള്ളം തളിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ ഉപ്പ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഉപ്പ് വെള്ളം തളിച്ചു കൊടുക്കുക. ഇതുപോലെ കൈകൊണ്ട് ഇങ്ങനെ കുറച്ച് ഉപ്പ് വെള്ളം തളിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായി ഒന്ന് കളറ് മാറി നല്ല ക്രിസ്പി ആയി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതേപോലെ മുഴുവൻ ഉരുളക്കിഴങ്ങ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉരുളക്കിഴങ്ങ് മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ചിപ്സാണിത്. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം. പക്ഷെ നമുക്ക് നല്ല സ്പൈസി ആയിട്ടുള്ള പൊട്ടാറ്റോ ചിപ്സാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുരുമുളക് പൊടി ചേർക്കാം, അതല്ലെങ്കിൽ ഗാർലിക് പൗഡർ ചേർക്കാം, മിൻറ്റ് പൗഡർ ചേർക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ല എരിവുള്ള ഒരു പൊട്ടാറ്റോ ചിപ്സാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്പൈസി പൊട്ടാറ്റോ ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കണം. അവർക്ക് ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.